ഹായ് ഹലോ. ഇത് ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലാണ്. ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ അമ്മയും മോൻ്റെയും ചെറിയ ചെറിയ യാത്രകളും ചെറിയ വിശേഷങ്ങളൊക്കെ ഈ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെ സപ്പോർട്ട് വേണം. ഞങ്ങളിന്ന് പുതുതായിട്ടൊരു വീഡിയോ ചെയ്യുക. ആദ്യമായിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യുന്നത്. എല്ലാവരുടെ സപ്പോർട്ട് വേണം. ആദ്യം ഞാൻ ലാക്മേയുടെ സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഞാൻ എന്തോ എടുത്താലും ആശാന് വേണം. എല്ലാം തട്ടിപ്പറിക്കും. ഞങ്ങളെന്നും ഒരുങ്ങുന്ന ഇങ്ങനെ തന്നെ. എൻ്റെ കയ്യിൽ കയറി ഇരുന്നുകൊണ്ട് എൻ്റെ ഇരിക്കുന്ന എല്ലാം അയാൾക്ക് വേണം. ചുമ്മാ ഇതെടുത്ത് പിടിക്കാനും കടിക്കാനൊക്കെ തന്നെ മേടിച്ചുകൊണ്ട് പോകുന്നത്. ഇതെടുക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ ഞാൻ ആ സൺസ്ക്രീൻ എങ്ങനെയും മുഖത്തിട്ടത്. അതിൻ്റെ പുറകെ വരിക കുഞ്ഞ് കൈയും വെച്ചോട്ട് ഞാനത് കുറച്ചെടുത്തിട്ട് വേഗം അടച്ചടച്ച് കൊടുക്കട്ടെ. ഇല്ലെങ്കിൽ ആശാനതെടുത്ത് വായിൽ വയ്ക്കും. വായിൽ വെച്ച് അതെല്ലാം അകത്തോട്ട് പോകും. എടുത്തതിൻ്റെ സന്തോഷം കേട്ടോ. കയ്യിൽ കിട്ടിയതിൻ്റെ സന്തോഷം കണ്ടു. ഇനി സൺസ്ക്രീൻ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ചെടുത്തുള്ളൂ. പുറത്തോട്ടൊന്നും പോയില്ല. ഞാൻ വെറുതെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തതാണ്. അപ്പം കുറച്ച് സൺസ്ക്രീന് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഖത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സൺസ്ക്രീനാണ്. ഞാനിപ്പോൾ ഒരു 3-4 മാസം കൊണ്ട് ഈ ഒരു സൺസ്ക്രീനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നേ UV ഡോക്സ് എന്ന് പറഞ്ഞിട്ട് സൺസ്ക്രീനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് നല്ല സൺസ്ക്രീനായിരുന്നു. അടുത്തതെന്ന് പറഞ്ഞത് കോസി കെയർ എന്ന് പറയുന്നൊരു ക്രീമാണ് കേട്ടോ. അതും അത്യാവശ്യം നല്ലൊരു ക്രീം തന്നെയാണ്. ഞാൻ ഈ 2 ക്രീം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. നല്ല അത്യാവശ്യം നല്ല സ്കിൻ നന്നായിട്ട് ബ്രൈറ്റനിങ് ചെയ്ത പോലെയൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് കണ്ടിട്ട്. ഞാൻ ഉപയോഗിച്ചിട്ടും എനിക്ക് കൊള്ളാമെന്നാണ് എനിക്ക് തോന്നിയ ഒരു ക്രീമാണിത്. ആവശ്യമുള്ളവർ ഫ്ലിപ്കാർട്ടിലും എല്ലാം അവൈലബിളാണ്. പർപ്പിളിലൊക്കെ അവൈലബിളാണ്. ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നല്ല ക്രീമാണ്. അപ്പം അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇപ്പോൾ കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടായിരിക്കും നമ്മളെങ്ങനെ ഒരുങ്ങുന്ന. ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ കുഞ്ഞ് കാണും. അപ്പോൾ ഭയങ്കര പാടായിരിക്കും. എനിക്കാണെങ്കിൽ അത്യാവശ്യം ഒരുങ്ങി നടക്കാനൊക്കെ അത്യാവശ്യം ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരുക്കം ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വയ്ക്കും. അടുത്തത് കൺമഷി. ഞാൻ കൺമഷി ഐലൈനറും എഴുതാറുണ്ട്. അപ്പോൾ ഐലൈനർ എഴുതാൻ എനിക്ക് പറ്റത്തില്ല. സാറിനെ കൈ വെച്ചുകൊണ്ട് എനിക്ക് ഒരിക്കലും ഐലൈനർ എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കൺമഷി തന്നെ എപ്പോഴും ഉപയോഗിക്കുന്നത്. ഐടെക്സിൻ്റെ കൺമഷിയാണ്. ആശാൻ എൻ്റെ കോസി കെയറും ലാക്മേയുടെ സൺസ്ക്രീൻ എല്ലാം എടുത്ത് കൈ വെച്ചിട്ടുണ്ട്. മറ്റേ ഞാൻ കളഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനി അടുത്തതാണ് കൺമഷി. എൻ്റെ കൈ ഇരിക്കുന്നയാൾ കാണാൻ വൈകിപ്പോയി. അടുത്ത ലിപ്സ്റ്റിക്കാണ്. ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൂടി ഇട്ട് കൊടുത്താൽ എൻ്റെ എല്ലാ പണിയും ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇത്രയൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. ലിപ്സ്റ്റിക്ക് ഇല്ലാതൊരു ജീവിതമില്ല കേട്ടോ. ഭയങ്കര ലിപ്സ്റ്റിക്ക് അഡിക്ഷനാണ് എനിക്ക്. കുറേ ഷെയ്ഡുണ്ട് എൻ്റെ കയ്യിൽ. എനിക്ക് ഭയങ്കര അഡിക്ഷനാണ് ഈ ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ ലിപ്സ്റ്റിക്ക് ഇട്ട് തുടങ്ങിയവർക്കൊക്കെ അത് മനസ്സിലാവും ഞാൻ ഈ പറയുന്നത്. ഞാനും ആദ്യം ലിപ്സ്റ്റിക്ക് ഇടാൻ എനിക്ക് അത്ര ഇഷ്ടവും കംഫർട്ടബിളും അല്ലായിരുന്നു. പിന്നെ താണ്ട വാരി അങ്ങ് അടിക്കുക. ഇപ്പം കുട്ടി അടിക്കുന്നത് പോലെ അടിക്കുക. ലിപ്സ്റ്റിക്ക് ഇട്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലഷും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ തരത്തില്ല ബ്ലഷ് ഇടാനെന്ന് പറഞ്ഞുകൊണ്ട് തരത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ളത് തന്നെ വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ജസ്റ്റ് അപ്പം മുഖത്തൊരു നാച്ചുറൽ ഫിനിഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ജസ്റ്റ് ചെയ്ത്. ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്തൊന്നുമില്ല. ഇതൊക്കെ എപ്പോഴും വെറുതെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ ഓർമ്മ ഒന്നുകൂടി ചെയ്തത്. ഈ മേളിൽ കുറേ നല്ല ലിപ്സ്റ്റിക്ക് ചോദിച്ചാൽ ആശാൻ തരത്തില്ല. ഞങ്ങളും ചോദിച്ചു നോക്കാം. തരുമെന്ന് ചോദിച്ചിട്ട് ആശാൻ തരുന്നില്ല. തരത്തില്ല. അപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇനി നമുക്ക് ഐലൈനർ വെച്ചൊരു ചെറിയ പൊട്ടോടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ആയിരിക്കും. സാധാരണ ഞാൻ ഐലൈനർ കണ്ണിൻ്റെ മുകൾ ഭാഗത്തോടെ എഴുതി കൊടുക്കാറുണ്ട്. ഇത്രയേ ഉള്ളൂ. വേറൊന്നുമില്ല. മുടിയൊക്കെ അഴിച്ചിടുക. ഇതാണ് എൻ്റെ എപ്പോഴത്തെയും പരിപാടി. ഇങ്ങനെ തന്നെയാണ് ഞാൻ എപ്പോഴും ഒരുങ്ങുന്നത്. നമ്മളിതിൻ്റെ കമ്മലിടാം. ഇതെൻ്റെ ചേച്ചിയുടെ കമ്മലാണ്. അവൾ ഇവിടെ ഇല്ലാത്തപ്പോൾ നമുക്ക് അടിച്ചു മാറ്റാം. അയ്യവാ, എനിക്കൊരു ഉമ്മ കിട്ടി. എപ്പോഴും ഇയാളിപ്പോൾ ഇങ്ങനെ വന്നൊരു ഉമ്മ തരും കേട്ടോ. മോനിപ്പോൾ 10 മാസമായി. ഇപ്പോൾ എപ്പോഴും വന്ന് ഉമ്മയൊക്കെ തരുകയൊക്കെ ചെയ്യും. ലിപ്സ്റ്റിക്ക് എടുത്ത് തറയിട്ടിട്ടുണ്ട് അത് തല്ലി പൊട്ടിച്ചിട്ടുണ്ട്. അതെടുത്ത് നമുക്ക് വെക്കാം. അതിൻ്റെ അടപ്പ് ചെറുതായിട്ടൊന്ന് ഇളകിപ്പോയിട്ടുണ്ട്. അത് ഞങ്ങൾ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഞങ്ങളെല്ലായിടത്തും പറക്കി വെച്ചിട്ട് വീണ്ടും വന്നത്. എൻ്റെ അതിന് കമ്മലൊക്കെ ഇട്ട് മുടിയൊന്ന് എടുത്ത് അഴിച്ചിടുക. ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. എന്നാൽ ഞാൻ ഇത്രയൊക്കെ തന്നെ ഒരുക്കത്തുള്ളൂ. ഇത് ഞാൻ കുറച്ച് പതുക്കെ ഒരുങ്ങിക്കൊണ്ടാണ് ഇച്ചിരി മെനക്കിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. സാധാരണ ഇത്രയും മെനക്കിരിക്കാറില്ല. ഇങ്ങനെയൊന്നും അല്ല. പെട്ടെന്ന് ചില സമയത്ത് ഞാൻ വാരി ക്ലിപ്പ് ഇട്ടിട്ടൊക്കെ പോകത്തേ ഉള്ളൂ. എനിക്കിങ്ങനെ മുടിയൊക്കെ അഴിച്ചിട്ട് നടക്കുന്ന സ്ഥലത്ത് ഇഷ്ടം.
അപ്പോൾ കുഞ്ഞുള്ളതുകൊണ്ട് അയാളുടെ കംഫർട്ട് കൂടി നോക്കി നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. ടാറ്റ പറയുമ്പോനെ മോൻ്റെ കൈയും കാണുന്നില്ല. ടാറ്റ. അപ്പോൾ എല്ലാവർക്കും ഉമ്മ കൊടുത്തേ. ഉമ്മ. ഓക്കെ, ബൈ. ടാറ്റ. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. ബൈ ബൈ. നാളെ കാണാം.